ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വൈക്കം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് സ്കോളർഷിപ്പ് അവാർഡ് ജേതാക്കൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന യോഗം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സെമിനാറും നടത്തി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലാണ് മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചത്. തലയോലപ്പറമ്പ് വടകര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന തബ്ജീൽ കോൺഫറൻസ് അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PA ഷാജി പുത്തൻപുരയിൽ അധ്യക്ഷനായി. SJM വൈക്കം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് സലീം മിസ്ബാഹി, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അൽഹാദി, NA പരീദ് കുഞ്ഞ്, ഷെരീഫ് കോട്ടപ്പള്ളിൽ, വാർഡ് മെമ്പർ നിയാസ് കൊടിയനേഴം, വെള്ളൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് സലീം മിസ്ബാഹി, വടകര ജമാഅത്ത് ജനറൽ സെക്രട്ടറി NA പരീദ് കുഞ്ഞ്, ഇറുമ്പഴം ജമാഅത്ത് പ്രസിഡന്റ് നിസാർ, വെള്ളൂർ ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി സലീം വടക്കേത്തറയിൽ, നക്കംതുരുത്ത് ജമാഅത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ SJM സദേൺ കൺവീനർ VH അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കടുത്തുരുത്തി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ PL റോബിമോൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. എന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നീചരായ ഒരുപാട് മനുഷ്യര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതൊരു കെട്ടുകഥയോ ഒരു വലിയ രീതിയിൽ പറയുന്ന ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നുണക്കഥയല്ല, അതൊരു റിയാലിറ്റിയാണ്, അതൊരു സത്യമാണ്. SSF ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ത്വാഹ യാസീൻ നുസ്രി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇറുമ്പയം ചീഫ് ഇമാം ഷഫീർ സഖാഫി, നക്കംതുരുത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഷഫീഖ് മഹ്ലരി, PT നാസർ ഹാജി, സുബൈർ, അബ്ദുൾ മുക്നി സഅദി എന്നിവർ സംസാരിച്ചു. ലഹരി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലഹരി ഇപ്പോൾ ഏറ്റവും കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉത്ഭവം എവിടെയെന്ന് വെച്ചാൽ ബംഗാൾ, ആസാം ഈ ഭാഗത്തുള്ള കുടിയേറ്റക്കാരായ കുറേ പണിക്കാരുണ്ട്. അവരെന്നും ഈ സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് നമ്മുടെ ആൾക്കാരും കൂടെ വശത്തായിക്കൊണ്ട് പ്രയോഗിച്ച് അമ്മമാരെ അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അച്ഛനെ അമ്മ വെട്ടിക്കൊല്ലുക, അച്ഛനെ വെട്ടിക്കൊല്ലുക, മക്കൾ അമ്മയെ വെട്ടിക്കൊല്ലുക, ഇങ്ങനെയുള്ള നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. വളരെ സുരക്ഷിതമായി എന്ന് കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രം അവളോട് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു കാലഘട്ടം 10-30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ തുറസായ വേദികളിൽ ഉൾപ്പെടെ യാതൊരുവിധ ലിംഗഭേദ വ്യത്യാസമില്ലാതെ നമ്മുടെ യുവത കൊള്ളരുതായ്മകൾ, തോന്നിയവാസങ്ങൾ കാണിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുവാൻ മാത്രമേ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിയമം അങ്ങനെ അനുശാസിക്കുന്നുള്ളൂ എങ്കിൽ നാം എത്രമാത്രം പുറകോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് നാം സ്വയം ഒരു വിലയിരുത്തൽ നടത്തേണ്ടതാണ്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഈ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ട പണ്ഡിതന്മാർ, ഈ സമൂഹത്തിന് നല്ല നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കേണ്ട പണ്ഡിതന്മാർ, അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വൈക്കം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.